പാലക്കാട് ജംഗ്ഷനാണിത്. ബസ്സും കാത്ത് നിൽക്കണേ, ബസ് കാണാനില്ല. ഈ നിൽക്കണ ചേട്ടന് ഞാൻ കുറേ നേരം ബസ്സും കാത്ത് നിൽക്കണ്, ബസ് കാണാനില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഹോളിഡേ ആണെന്നുള്ളത്. ജംഗ്ഷൻ്റെ ഒരു ഭംഗി പോയി. ഇപ്പൊ ജംഗ്ഷനിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ നാട്ടിൽ പോയി നിൽക്കണ പോലെ ഉണ്ട്. മെട്രോന്റെ പണിയൊക്കെ തകർത്ത് നടക്കണം. അങ്ങനെ ലാസ്റ്റ് നേരം വെളുത്തപ്പോൾ ബസ് കിട്ടി. ബസ്സിൽ നോർത്തിൽ ഒന്ന് ഇറങ്ങി. ഇനി പരമാവധി ഒന്ന് തൊഴണം, പൂവ് മേടിക്കണം. പൂവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവല്ല, ഹാരമാണ്. നമ്മുടെ കടയിൽ ഷാർക്കലാമ്മേന്റെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോന് ഹാരം ചേർത്താണ്. ഇനി ഞാൻ PT ഉഷയാണ്. കടയിലേക്കുള്ള ഓട്ടവും. കച്ചേരിപ്പടി ജംഗ്ഷനിൽ പൂക്കടയില്ല, അപ്പൊ അതുകൊണ്ട് നോർത്തിൽ ഇറങ്ങിയിട്ട് പൂ മേടിച്ചിട്ട് ഞാൻ കടയിലേക്ക് നടക്കും. അതാണ് ഡെയിലി പരിപാടി. എനിക്ക് പിള്ളേരെ പോലെ പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ സങ്കടം വന്ന് കണ്ണിന്ന് പൊന്നീച്ച പറഞ്ഞ സീനാട്ടാ നിങ്ങൾ ഈ കാണുന്നത്. ബസ് കിട്ടാത്തതുകൊണ്ടും എക്സ്ട്രാ ലേറ്റും പൂ മേടിക്കലും കട തുറക്കാനുള്ള ഓട്ടം കൊണ്ടും ഇന്ന് കട തുറന്നത് 6:30. പെരുന്നാളായതുകൊണ്ട് മുടക്കിടേ ആയതുകൊണ്ട് ഇന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും വന്നില്ല. സാധാരണ ഞങ്ങളിൽ ആരെങ്കിലും ലേറ്റ് ആവുകയാണെങ്കിൽ കസ്റ്റമർ കട തുറക്കാൻ വേണ്ടി കാത്തിരിക്കും. അതാണ് നമ്മുടെ കടേന്റെ ഒരു ഗുണം. ഇന്ന് 8 മണിയായിട്ടും തട്ടേക്കണ ടിക്കറ്റാണ് ഈ കാണുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് വിഷമം വന്ന്. എന്ന് വെച്ചാൽ കച്ചവടം ഇല്ല, റോട്ടിൽ ആളുമില്ല, വണ്ടിയും കുറവ്. ഇന്ന് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് കുറെ ടിക്കറ്റ് ബാക്കി വന്ന്, അതിന്റെ വിഷമം വേറെ. രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് വന്ന കുറച്ച് ഭായിമാരെ കണ്ടപ്പോ ഹാപ്പി ആയി. ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും ഹാപ്പി ആവട്ടെ. സങ്കടങ്ങളെല്ലാം മറന്ന് വലിയ വലിയ പ്രതീക്ഷ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ.